നാളെ അറ്റൻഡർ 10th മെയിൻസ് പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലാസ് അവസാനം വരെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കണം, മാർക്ക് ഉറപ്പിക്കാം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചോദ്യം തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിക്കാം. ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. പഠിച്ചു വെക്കണേ. ഇന്ത്യയുടെ നിലവിലെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. നിലവിലെ 53ാമത്, നോട്ട് ചെയ്തോണേ, നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. നിലവിലെ 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻ സെൻ കേട്ടോ. ജസ്റ്റിസ് സൗമൻ സെൻ. അപ്പൊ പഠിച്ചു വെക്കണം. നിലവിലെ 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻ സെൻ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ് കേട്ടോ. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ്. റീസെന്റ് ആയിട്ട് നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? PR രമേശ് ആണ് കേട്ടോ. ഇങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയ മലയാളി ആരാണെന്ന് ചോദിക്കാം. PR രമേശ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. അതോടൊപ്പം തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയ മലയാളിയാണ് PR രമേശ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? V രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? V രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ വിജയ കിഷോർ റഹത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ റഹത്കർ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗിന്റെ CEO ആരാണ്? നീതി ചിബ്ബർ ആണ് കേട്ടോ. നീതി ചിബ്ബർ ആണ്. അധിക ചുമതലയായിട്ടാണ്, അതായത് നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയി നിയമിതയായത് ആരാണ്? നീതി ചിബ്ബർ ആണ് കേട്ടോ. നീതി ചിബ്ബർ ആണ്. നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. പഠിച്ചു വെക്കണേ. നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാർ ആണ്. റീസെന്റ് ആയിട്ട് നടന്ന അപ്പോയിന്റ്മെന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാർ. അതോടൊപ്പം ഇങ്ങനെയും ചോദിക്കാം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ വ്യക്തി ആരാണ്? KG സനൽകുമാർ ആണ്. അടുത്തത് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ രതൻ U കേൽക്കർ ആണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കണേ. അതായത് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേരളത്തിലെ ഓഫീസറാണ് രതൻ U കേൽക്കർ. നമ്മുടെ ഈ അടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ഇദ്ദേഹമാണ് നയിച്ചത്, കേരളത്തിലെ കാര്യങ്ങളൊക്കെ. അപ്പൊ പഠിച്ചു വെക്കണം. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ആരാണ്? രതൻ U കേൽക്കർ ആണ്. കേരളത്തിലെ വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് K സോമപ്രസാദ് ആണ്. കേരളത്തിലെ വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് K സോമപ്രസാദ് ആണ്. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ്. തുടർച്ചയായ 9ാം തവണയാണ് ഫിൻലൻഡ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയത്. അതായത് ആഗോള സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലൻഡ് ആണ്. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116ാം സ്ഥാനമാണ് കേട്ടോ. 1ാം സ്ഥാനം ആഗോള സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം ഫിൻലൻഡും, ഇന്ത്യയുടെ സ്ഥാനം 116ാം സ്ഥാനവുമാണ്. ഇനി അടുത്ത പോയിന്റ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപമാണ് കേട്ടോ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പുതിയ പേരെന്താണ്? സേവാ തീർത്ഥാണ് കേട്ടോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന ഓഫീസ് സമുച്ചയത്തിന്റെ പുതിയ പേരാണ് സേവാ തീർത്ത് കേട്ടോ. സേവാ തീർത്ത്. ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ് ഭവന്റെ പുതിയ പേരാണ് ലോക് ഭവൻ കേട്ടോ. പഠിച്ചു നോക്കണം. ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള രാജ് ഭവന്റെ പുതിയ പേരെന്താണ്? ലോക് ഭവൻ എന്നാണ്. 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? അന്റോണിയോ കോസ്റ്റയും ഉർസുല വോണ്ടർലൈനും കേട്ടോ.
അപ്പൊ 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? അന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയനും. ഇതില് അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റാണ്. അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും ഉർസുല വോൺ ഡെർ ലെയന് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റും കേട്ടോ. ഉർസുല വോൺ ഡെർ ലെയന് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റുമാണ്. അടുത്തത് ലീവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയാണ് കേട്ടോ. ലീവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ. അടുത്ത പോയിന്റ്, നോബൽ പുരസ്കാരം കൈമാറരുത് എന്ന നിയമം നിലനിൽക്കെ 2025 സമാധാന നോബൽ പുരസ്കാര ജേതാവായ മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച പുരസ്കാരം ആർക്കാണ് കൈമാറിയത്? ഡൊണാൾഡ് ട്രംപിനാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ്. അപ്പോൾ പഠിച്ചു വെക്കണം, 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് ലഭിച്ചത്. അവര് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ്. നമുക്കറിയാം വെനസ്വേല എന്താണ്, ഇപ്പോൾ അമേരിക്ക നിലവിൽ പിടിച്ചെടുത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് തന്നെ അവർക്ക് ലഭിച്ച ഈ ഒരു സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് അവർ സമ്മാനിച്ചു. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, 2026 ബാഫ്ത പുരസ്കാരങ്ങളിൽ കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കുമുള്ള ചലച്ചിത്ര വിഭാഗത്തിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമായിട്ടുള്ള ബൂങ് ഏത് ഭാഷയിലാണ് നിർമ്മിച്ചത്? മണിപ്പൂരി ഭാഷയിലാണ് നിർമ്മിച്ചത്. സംവിധാനം ലക്ഷ്മിപ്രിയ ദേവിയാണ്. പഠിച്ചു വെക്കണേ, 2026 ബാഫ്ത പുരസ്കാരത്തിലെ കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കുമായിട്ടുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ഇന്ത്യൻ ചിത്രമായിട്ടുള്ള ബൂങ് ആണ്. ഈ ബൂങ് എന്ന് പറയുന്നത് മണിപ്പൂരി ചിത്രമാണ്. അത് സംവിധാനം ചെയ്തത് ലക്ഷ്മിപ്രിയ ദേവിയാണ്. 2025 35ാമത് സരസ്വതി സമ്മാൻ നേടിയ ബംഗാളി സാഹിത്യകാരനാരാണ്? രാംകുമാർ മുഖോപാധ്യായാണ് കേട്ടോ. 2025 35ാമത് സരസ്വതി സമ്മാൻ നേടിയ ബംഗാളി സാഹിത്യകാരനാരാണ്? രാംകുമാർ മുഖോപാധ്യായാണ്. നോവൽ ഏതാണ്? ഹരപാർവതി കഥയാണ് കേട്ടോ. ഹരപാർവതി കഥ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ബ്രെയിൽ സാക്ഷരത നൽകുന്നതിനായുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ പദ്ധതി കേട്ടോ. പഠിച്ചു വെക്കണേ, കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ബ്രെയിൽ സാക്ഷരത നൽകുന്നതിനായുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി ബ്രെയിൻ പദ്ധതി. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് അൻപ് വീട് പദ്ധതി കേട്ടോ. പഠിച്ചു വെക്കണേ, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്ക് പ്രാദേശിക തലത്തിൽ പരിചരണം ഉറപ്പാക്കുന്നതിനായി ബ്ലോക്ക് തലത്തിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് അൻപ് വീട് പദ്ധതി. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള സ്ക്രീനിങ്ങിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ് കേട്ടോ. ശൈലി ആപ്പ് പഠിച്ചു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ പഠിച്ചു വെക്കണം, കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവർക്ക് ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള സ്ക്രീനിങ്ങിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ് കേട്ടോ. ശൈലി ആപ്പ്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കൂട്ട് കേട്ടോ. കൂട്ട് എന്ന് പറഞ്ഞ പദ്ധതി പഠിച്ചു വെക്കണേ. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കൂട്ട് എന്ന പദ്ധതി കേട്ടോ. കൂട്ട് എന്ന പദ്ധതി പരീക്ഷയ്ക്ക് ചോദിക്കുമേ. അടുത്ത പോയിന്റ്, കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത് PMJ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ആയുഷ്മാൻ ഭാരത് PMJ പദ്ധതിയാണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ഏതാണ്? റേഡിയോ നെല്ലിക്കയാണ് കേട്ടോ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലത്താണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലമാണ്.
നീതി ആയോഗിന്റെ സാമ്പത്തിക ഭദ്രതാ സൂചിക 2025 ഒന്നാമതായ സംസ്ഥാനം ഒഡീഷയാണ് കേട്ടോ. അപ്പൊ നീതി ആയോഗിന്റെ സാമ്പത്തിക ഭദ്രതാ സൂചിക 2025 ഒന്നാം സ്ഥാനത്തായ സംസ്ഥാനം ഒഡീഷയാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെ കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടിയാണ് ആരോഗ്യം ആനന്ദം എന്ന് പറഞ്ഞ പരിപാടി കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, ക്യാമ്പയിൻ ആണ്, പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെ കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടിയാണ് ആരോഗ്യം ആനന്ദം എന്ന് പറഞ്ഞ പരിപാടി. അടുത്തത്, കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായി പ്രഖ്യാപിച്ച ബാക്ടീരിയയാണ് ബാസിലസ് സബ്റ്റിലിസിസ് കേട്ടോ. കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മാണു ഏതാണ്? ബാസിലസ് സബ്റ്റിലിസിസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കേട്ടോ. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ആദ്യത്തെ ഡിസൈൻഡ് സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അറിഞ്ഞിരിക്കണേ. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ് കേട്ടോ. ശാസ്താംപാറ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് കൗർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് കൗർ ആയിരുന്നു. അപ്പൊ പഠിച്ചു വെക്കണം. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്? ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ പ്രഥമ വനിതാ ഏകദിന ലോകകപ്പ് കിരീടം ഇന്ത്യ ജേതാക്കളായത് കേട്ടോ. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ 2025 നടന്ന വനിതാ ഏകദിന ലോകകപ്പിലെ കളിയിലെ താരം ഷഫാലി വർമ്മയും ടൂർണമെന്റിലെ താരം ദീപ്തി ശർമ്മയുമാണ്. അറിഞ്ഞിരിക്കണേ, കളിയിലെ താരം അതായത് ഫൈനലിലെ താരം ഷഫാലി വർമ്മയും ടൂർണമെന്റിലെ താരം ആരാണ്? ദീപ്തി ശർമ്മയും ആണ്. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സോമാലിയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും ദരിദ്രമായിട്ടുള്ള രാഷ്ട്രം ഏതാണ്? സോമാലിയാണ്. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ കോടതി ഏതാണ്? കൽപ്പറ്റ കോടതിയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, രാജ്യത്തെ തന്നെ ആദ്യ കടലാസ് രഹിത ജില്ലാ കോടതി ഏതാണ്? കൽപ്പറ്റ കോടതിയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിലാണ് കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. 1 hour ലൈവ് സെക്ഷൻ ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതിൽ നമ്മൾ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ് ആണ്. അതായത് കറണ്ട് അഫയേഴ്സ് അല്ല, നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് വെറും 200 രൂപയ്ക്ക്. അതുപോലെ തന്നെ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ പാർട്ടിൽ ഞാൻ പക്കയാക്കി തരുന്നതാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്തോളൂ. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പറഞ്ഞതാണ്. ഓക്കെ. കേസ് അന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഈ സാക്ഷ്യ ആപ്പ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, ഏതാണ്? കേസ് അന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഈ സാക്ഷ്യ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംരക്ഷിത വനമേഖലയായ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് ആറളം ചിത്രശലഭ സങ്കേതമാണ് കേട്ടോ. ആറളം ചിത്രശലഭ സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അസമാണ് കേട്ടോ. അസമാണ്. അപ്പൊ പഠിച്ചു വെക്കണം, സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അസമാണ്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട അവാർഡ്സ് നോക്കാം.
2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ളയാണ് കേട്ടോ. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ളയാണ്. 2025 വയലാർ പുരസ്കാര ജേതാവ് E സന്തോഷ് കുമാറാണ്. കൃതി തപോമയുടെ അച്ഛനാണ് കേട്ടോ. 2025 വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? E സന്തോഷ് കുമാറാണ്. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലനാണ്. ഇദ്ദേഹം ഒരു സാഹിത്യ വിമർശകനാണ്. ഇദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം. പഠിച്ചു വെക്കണം. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ എന്ന ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ. 2026 ഹരിവരാസന പുരസ്കാര ജേതാവ് നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ. 2026 പത്മപ്രഭ പുരസ്കാര ജേതാവ് ആരാണ്? R രാജശ്രീയാണ്. നോവലിസ്റ്റ് ആയിട്ടുള്ള R രാജശ്രീയാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? മേത്തിൽ രാധാകൃഷ്ണനാണ്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് മേത്തിൽ രാധാകൃഷ്ണനാണ്. മാതൃഭൂമി ഗ്രൂപ്പ് നൽകുന്ന ബുക്ക് ഓഫ് ദ ഇയർ 2026 പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. കവിയായിട്ടുള്ള പ്രഭാവർമ്മയാണ്. 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. 2025 ONV യുവ കവി പുരസ്കാര ജേതാവ് അമൃത ദിനേശാണ് കേട്ടോ. അമൃത ദിനേശാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം അരുന്ധതി റോയ്ക്കാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് അരുന്ധതി റോയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2025 ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചത് സുപ്രിയ സാഹുവിനാണ് കേട്ടോ. 2025 ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം സുപ്രിയ സാഹുവിനാണ് ലഭിച്ചത്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ബാനു മുഷ്താഖിനാണ്. 2025 ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് നേടിയ റോസമ്മാസ് ബോയ് എന്ന കഥയുടെ രചയിതാവാരാണ്? അഞ്ജന മേനോനാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 2025 ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് നേടിയ റോസമ്മാസ് ബോയ് എന്ന കഥയുടെ രചയിതാവ് അഞ്ജന മേനോനാണ്. അഞ്ജന മേനോനാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത് മുജ്തബ ഖമേനിയാണ് കേട്ടോ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്ത ആരെയാണ്? മുജ്തബ ഖമേനിയാണ്. ജപ്പാന്റെ നിലവിലെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി സനൈ തക്കൈച്ചിയാണ്. ബംഗ്ലാദേശിന്റെ നിലവിലെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത് താരിഖ് റഹ്മാനെയാണ്. ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? സൊഹ്റാൻ മംദാനിയാണ്. അപ്പൊ ന്യൂയോർക്ക് സിറ്റിയുടെ 112ാമത്തെ മേയറാണ് കേട്ടോ. അപ്പൊ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനിയാണ്. അതുപോലെ തന്നെ മേയർ സ്ഥാനത്തെത്തുന്ന ആദ്യ മുസ്ലിം വംശജൻ കൂടിയാണ് സൊഹ്റാൻ മംദാനി. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അസർബൈജാനാണ് കേട്ടോ. അപ്പൊ 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം ഏതാണ്? അസർബൈജാനാണ്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ് കേട്ടോ. 18ാമത് ബ്രിക്സ് ഉച്ചകോടി 2026 വേദി ഇന്ത്യയാണ്. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടി COP31 വേദിയാകുന്നത് അന്റാലിയാണ് കേട്ടോ. അന്റാലിയ തുർക്കിയാണ്. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടിയായിട്ടുള്ള COP31 വേദിയാകുന്നത് അന്റാലിയ തുർക്കിയാണ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഫ്രാൻസ് ആണ് കേട്ടോ. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഫ്രാൻസ്. 20ാമത് ഏഷ്യൻ ഗെയിംസ് 2026 വേദി നഗോയ ജപ്പാനാണ് കേട്ടോ. 20ാമത് ഏഷ്യൻ ഗെയിംസ് 2026 വേദി നഗോയ ജപ്പാനാണ്. 25ാമത് ശൈത്യകാല ഒളിമ്പിക്സ് 2026 വേദി മിലൻ ആൻഡ് കോർട്ടിന ഇറ്റലിയാണ് കേട്ടോ. പഠിച്ചു നോക്കണം. 25ാമത് ശൈത്യകാല ഒളിമ്പിക്സ് 2026 വേദി മിലൻ ആൻഡ് കോർട്ടിന ഇറ്റലിയാണ്. 34ാമത് സമ്മർ ഒളിമ്പിക്സ് 2028 വേദി ലോസ് ഏഞ്ചൽസ് USA ആണ് കേട്ടോ. 34ാമത് സമ്മർ ഒളിമ്പിക്സ് 2028 വേദി ലോസ് ഏഞ്ചൽസ് USA ആണ്. അടുത്ത പോയിന്റ്. വേദന സംഹാരിയായ നിമുസലൈഡ് എത്ര അളവിൽ കൂടുതൽ അടങ്ങിയ മരുന്നുകളുടെ ഉൽപാദനം, വിൽപ്പന, വിതരണം എന്നിവയാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ചത്? 100 mg ആണ് കേട്ടോ. 100 mg. നിമുസലൈഡിന്റെ വിൽപ്പന, ഉൽപാദനം, വിതരണം എന്നിവ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് എത്ര അളവിൽ കൂടുതലാണ്? 100 mg കൂടുതലാണ്. അടുത്തത് ഹൈഡ്രജൻ ട്രെയിൻ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ് കേട്ടോ. ഹൈഡ്രജൻ ട്രെയിൻ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോട്ട് ഓടുന്നത് എവിടെയാണ്? വാരണാസി, ഉത്തർപ്രദേശാണ്. ഹൈഡ്രജൻ ബസ് ഓടുന്നത് കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഹൈഡ്രജൻ ബസ് ഓടുന്നത്. കണക്ട് ചെയ്ത് പഠിച്ചോണേ. ഇപ്പൊ ഇവിടെ എന്താണ്? ഹൈഡ്രജൻ ട്രെയിൻ ഓടുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ്.
അടുത്ത പോയിന്റ് നോക്കാം. 2026 ജനുവരിയിൽ ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് കേട്ടോ, ഇന്തോനേഷ്യ. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളിലും വീട്ടുപരിസരങ്ങളിലും കളിക്കൂട്ടം ഒരുങ്ങുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹം പദ്ധതി കേട്ടോ, സ്നേഹം പദ്ധതി. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വന മിത്ര പദ്ധതി. പഠിച്ചു നോക്കണം, കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വന മിത്ര. ആധാറിന്റെ പുതിയ ഭാഗ്യ ചിഹ്നത്തിന്റെ പേരെന്താണ്? ഉദയ് എന്നാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം, ആധാറിന്റെ പുതിയ ഭാഗ്യ ചിഹ്നത്തിന്റെ പേരെന്താണ്? ഉദയ് ആണ്. ഈ ഉദയ് എന്ന് പറഞ്ഞ ഭാഗ്യ ചിഹ്നം രൂപകൽപ്പന ചെയ്ത മലയാളി ആരാണ്? അരുൺ ഗോകുലാണ് കേട്ടോ. പഠിച്ചു നോക്കണം, ആധാറിന്റെ പുതിയ ഭാഗ്യ ചിഹ്നമായിട്ടുള്ള ഉദയ് രൂപകൽപ്പന ചെയ്തത് മലയാളിയായ അരുൺ ഗോകുലാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഉദയ് എന്ന പേര് നിർദ്ദേശിച്ചത് റിയ ജെയിൻ ആണ് കേട്ടോ. പൂനെ സ്വദേശിനിയായിട്ടുള്ള റിയ ജെയിൻ ആണ്. അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കാം. രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ 11 ക്ലാസിക്കൽ ഭാഷകളിലെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേരാണ് ഗ്രന്ഥകുടീർ. ഒന്നുകൂടെ പറയാം, രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ 11 ക്ലാസിക്കൽ ഭാഷകളിലെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേരാണ് ഗ്രന്ഥകുടീർ എന്നാണ്. അപ്പൊ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള, ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ടഡ് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തെന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മളെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ടോപ്പിക് വൈസ് ആയിട്ട് ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നാളെ പരീക്ഷ എഴുതുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്